ഇവിടെ ഡിഫറന്റ് ആയ ഒരു ഓഫീസ് കാണിക്കുന്നു. അവിടെയുള്ള എല്ലാവരും രണ്ടടി കുനിഞ്ഞാണ് നടക്കുന്നത്. മാത്രമല്ല ആ ഫ്ലോറിലേക്ക് പ്രത്യേകിച്ച് ഒരു ലിഫ്റ്റ് ഇല്ല. ഈ ഫ്ലോറിലേക്ക് വരണമെങ്കിൽ 7ാമത്തെയും 8ാമത്തെയും ഫ്ലോറിന് നടുക്ക് ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ ഡോർ ഒരു കമ്പി യൂസ് ചെയ്ത് തുറന്നു വരണം. ഇതൊന്നും അറിയാതെ ഇവൻ ആദ്യമായി ഈ ഓഫീസിലേക്ക് വരുന്നു. ലിഫ്റ്റിനകത്ത് ഫ്ലോർ നമ്പർ 7 എന്ന് എഴുതിയിരിക്കുന്നു. അവൻ കൺഫ്യൂസ് ആവുന്നു. അപ്പോൾ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന ഒരു ലേഡി അവനെ സഹായിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്ലോർ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും കുനിഞ്ഞാണ് നടക്കുന്നത്. ജോലി ഇല്ലാതിരിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് അവിടെ ജോയിൻ ചെയ്യുന്നു. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ ഫ്ലോർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചതെന്ന കാര്യം ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ബോസിന്റെ ഭാര്യയ്ക്ക് പൊക്കം കുറവായിരുന്നു. അദ്ദേഹം തന്റെ വൈഫിന് വേണ്ടി സ്പെഷ്യലായി നിർമ്മിച്ചൊരു ഓഫീസ് ഫ്ലോർ ആണിത്. ഒരു ദിവസം ഇവൻ ഫയലുകൾ അടുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരെണ്ണം ഒരു അലമാരയുടെ പുറകിൽ വീണു പോകുന്നു. അവൻ അത് എടുക്കാനായി അലമാര മാറ്റിയതും അവിടെ ഒരു കുഞ്ഞു സീക്രട്ട് ഡോർ കാണുന്നു. ക്യൂരിയോസിറ്റി കാരണം അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഒരു ടണൽ പോലെയാണുള്ളത്. അവൻ അതിനകത്തേക്ക് കയറിയതും അതിന്റെ ഡോർ തനിയെ അടയുന്നു. മാത്രമല്ല ഏതോ ഒരു ശക്തി അവനെ വലിച്ചുകൊണ്ട് പോകുന്നതായി തോന്നുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ ആത്മാവ് മറ്റൊരാളുടെ ബോഡിയിലാണുള്ളത്.